easy, easy, tamam, tamam, okay. Easy, easy, tamam, 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 easy, easy, tamam, 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 easy, easy, tamam, tamam. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ആ മുഹൂർത്തം ഇവിടെ വന്നിരിക്കുകയാണ്. എന്താണ് എന്നായിരിക്കും വേറെ ഒന്നല്ല ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡിലല്ല. ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് സ്റ്റാൻഡിലാണ്, മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലാണ്. ടേബിളിന് മേലെ വെച്ചിട്ട് ഫോൺ ആ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു കണ്ടൻറ്റ് സ്റ്റുഡിയോ ടൂറാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റുഡിയോ ടൂർ നിങ്ങൾ വീഡിയോ ചെയ്യാതെ തന്നെ സ്റ്റുഡിയോ ടൂർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു എമൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം തുടങ്ങാൻ പറ്റും. ഒരു യൂട്യൂബ് ഉള്ള ആൾക്ക് ചെറിയൊരു പ്രൈസിൽ ഒരു 2000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് വരില്ല, എന്നാൽ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് വലിയ 4000 റുപ്യേൻ്റെ സ്റ്റുഡിയോ ടൂർ തുടങ്ങാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഈ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഇരിപ്പിടം. കണ്ടില്ലോ, ഇരിപ്പിടം. കസേര ഒന്നുമില്ല ഫ്രണ്ട്സ്, ഇത് കണ്ട. ഇതാണ് എൻ്റെ റിയൽ ഫേസിൽ. ഇങ്ങനെ നോക്കണം. എൻ്റെത് ടോർച്ച് കൊടുത്താൽ മാത്രമാണ്. ഇതാണ് ടോർച്ച്. ഈ ഒരു ടോർച്ച് വെളിച്ചടിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നത്. ഇതാ ഈ ഭാഗത്തുള്ള ഈ ടോർച്ച് അടിക്കുന്നതുകൊണ്ടും, ഈ ടോർച്ച് അടിക്കുന്നതുകൊണ്ടാണ് എന്നെ കാണുന്നത്, അല്ലാതെ നോർമൽ വെളിച്ചത്തിൽ എന്നെ കാണില്ല. കണ്ട, ഫേസ് കാണില്ല. ഇനി ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എണിച്ചിട്ട് പറയാം. ഓക്കെ, ഞാൻ എണിച്ചിട്ട് ഒരു കാര്യം പറയാം. സോ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ ടൂർ. ഇനി നിങ്ങളെല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ഇടുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് എൻ്റെ സീറോ ബൾബ് ഇവിടെയുള്ള, ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കണ്ട, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ, അതായത് ട്രൈപോഡ് ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വെളിച്ചടിക്കുന്നുണ്ടല്ലോ. അതായത് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇതാണ്ട, ഈ വൈറ്റ് ഇത് മൊത്തം, അത് മൊത്തം കാണും. അപ്പോൾ ചാനലിൽ തന്നെ കുറച്ചൊരു ബോറ് തോന്നും. അപ്പോൾ അത് തോന്നാതെ നിൽക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ട, ഈ ട്രൈപോഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ ട്രൈപോഡ് എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ചെയ്ത് കെടുത്തി ചെയ്യുന്ന സമയത്ത് എന്താ ഡിഫറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, പക്കാ ബോറാണ് ബാക്കിൽ. ഇപ്പോഴത്തെ ബോറൊന്നുമല്ല, ഇപ്പോൾ തൽക്കാലം ബോറാണ്. അത് കണ്ടൻറ്റ് ശരിയാകുമ്പോൾ നമുക്ക് പൈസ കൂട്ടുമ്പോൾ അത്യാവശ്യത്തിന് നല്ലത് കൊണ്ടുവരാമെന്നാണ് ഇപ്പോൾ കണ്ടില്ലേ. കാരണം എനിക്ക് നെക്സ്റ്റ് മന്താണ്, അതായത് ഏപ്രിൽ, ജൂൺ, ജൂലൈ, ആഗസ്റ്റിന് നമുക്ക് ശമ്പളം കിട്ടുള്ളൂ, എൻ്റെ സാലറി കിട്ടുള്ളൂ. എൻ്റെ സാലറി വന്നു കഴിഞ്ഞിട്ട് വേണം ഈ ഭാഗത്ത് കുറച്ച് പെയിൻ്റ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ഇടാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. അതായത് ഞാൻ കളർ കൊടുക്കുമ്പോൾ കളർ ലൈറ്റ് വെക്കുമ്പോൾ അത്ര വലിയ ഇതൊന്നുമില്ല ആ കളർ ലൈറ്റിന്. അപ്പം ഇതെല്ലാണ് കാര്യം. പിന്നെ ഈ രണ്ടിരിക്കുന്ന കണ്ട ടോർച്ച്, ഈ രണ്ടിരിക്കുന്ന ടോർച്ചാണ് പിന്നെ നിങ്ങൾക്ക് വില. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റിംഗ് ലൈറ്റാണ്. പിന്നെ ട്രൈപോഡ് ഏകദേശം ഒരു 700 സംതിങ്ങിൻ്റെ ട്രൈപോഡാണ്. ഇപ്പോൾ ഇതിന് കുറഞ്ഞിട്ടുണ്ടാവാനാണ് ചാൻസ്. 700 സംതിങ് ട്രൈപോഡ്. പിന്നെ റിംഗ് ലൈറ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു 600 സംതിങ്ങിൻ്റെ റിംഗ് ലൈറ്റ് ഉണ്ട്, അത് വാങ്ങുക. പിന്നെ അതേപോലെ തന്നെ റിംഗ് ലൈറ്റുമായി ട്രൈപോഡുമായി ഇതിന് 300, ഏകദേശം 300 സംതിങ്ങിന് 2 ലൈറ്റ് കിട്ടും. കണ്ട, 2 ലൈറ്റ് കിട്ടും. എനിക്ക് 2 ലൈറ്റ് കിട്ടി 300 സംതിങ്ങിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെ ബാക്കിലെ ആ ബാക്ക്ഗ്രൗണ്ട് കളറായി, മറ്റേ വലിയ യൂട്യൂബർ ചെയ്യുന്ന മാതിരി ആ ബാക്ക്ഗ്രൗണ്ട് കളറായി. അങ്ങനെ നിങ്ങൾക്ക് കിടിലനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ടൂർ, അതേപോലെ സ്റ്റുഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. 2000 സംതിങ് ആ ഒരു റേഞ്ചിൽ, 2000ൻ്റെ മേലെ ആവില്ല, എന്നാൽ അതിൻ്റെ താഴെ ആ 1000ൻ്റെയും 2000ൻ്റെയും മിഡിലിൽ വരും ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സാധനം വാങ്ങി, ട്രൈപോഡിൻ്റെ ഈ ഒരു സാധനം വാങ്ങി, ട്രൈപോഡ് വാങ്ങി, ഇതെല്ലാം ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിയത്. പക്ഷേ എനിക്ക് അറിയാം, എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം. സോ ഞാനിതെല്ലാം വാങ്ങിയിട്ടും എനിക്ക് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെടുന്നില്ല.
കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടിയിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് എന്തായാലും വ്യൂസ് വരാനുള്ള കുറവായിരിക്കും. യൂട്യൂബ് പ്രൊമോഷൻ ചെയ്യാനും റെക്കമെൻഡേഷൻ ചെയ്യാനെല്ലാം കുറവാണ്. കാരണം നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി തെറ്റിച്ചുകൊണ്ടാണ് അത് അങ്ങനെയുള്ളത്. വേറൊരാളെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വരിക. സോ ഫ്രണ്ട്സ്, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ സ്റ്റുഡിയോ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ 100K ആയിക്കഴിഞ്ഞാൽ സ്റ്റുഡിയോ ടൂറിലേക്ക് വരാം. അതുമല്ല 10K സബ്സ്ക്രൈബർ ആയാലും സ്റ്റുഡിയോ ടൂറിലേക്ക് വരും. ഞാൻ സ്റ്റുഡിയോ ടൂർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ചെയ്യും. ഈ ഒരു സ്റ്റുഡിയോ ടൂർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം, ആ ബെല്ലൈക്ക ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പോകേക്കാം. ബൈ.